എല്ലാവർക്കും ഇൻഡസ്ട്രി ഇലക്ട്രോണിക്സിന്റെ അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കോഴ്സിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പവർ സെമി കണ്ടക്ടർ ഡിവൈസിനെ കുറിച്ചാണ്. അത് സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ ആണ്. മുമ്പ് പറഞ്ഞ പവർ മോസ്ഫെറ്റ്, പവർ BJT പോലെയല്ല. സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ അല്ലെങ്കിൽ നമ്മൾ ചുരുക്കത്തിൽ SCR എന്ന് വിളിക്കുന്ന ഈ ഡിവൈസുകൾ ഹാഫ് കൺട്രോൾഡ് സ്വിച്ചുകളാണ്. അതായത് നമുക്ക് ഈ സ്വിച്ചിനെ ഒരു രീതിയിൽ ഓൺ ചെയ്യാൻ പറ്റും, പക്ഷേ ആ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ടേൺ ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഹാഫ് കൺട്രോൾ സ്വിച്ചുകളെല്ലാം നമ്മൾ ചുരുക്കത്തിൽ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് തൈറിസ്റ്റേഴ്സ്. അപ്പോൾ ആ തൈറിസ്റ്റർ ഫാമിലിയിൽപ്പെട്ട ഒരു ഡിവൈസാണ് സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ. 1957 ജനറൽ ഇലക്ട്രിക് എന്നുള്ള കമ്പനിയാണ് സിലിക്കൺ കൺട്രോൾ റെക്ടിഫയറിനെ ഇൻവെന്റ് ചെയ്യുന്നത്. അന്ന് 300 വോൾട്ട് 7 ആംബിയറിന്റെ റേറ്റിംഗ് ഉള്ള ഡിവൈസ് ആയിരുന്നത്. ഇന്ന് മാർക്കറ്റിൽ പല റേഞ്ചിനുള്ള SCRകൾ അവൈലബിൾ ആണ്. 3000 വോൾട്ടിന് മുകളിൽ ബ്ലോക്കിംഗ് വോൾട്ടേജും 1000 ആംബിയറിന് പുറത്ത് കണ്ടക്ഷൻ കറണ്ടും ഉള്ള SCRകൾ നമുക്കിന്ന് ലഭ്യമാണ്. അതേപോലെ തന്നെ സിലിക്കൺ കൺട്രോൾ റെക്ടിഫയറിന്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് സിമിലർ ആയിട്ടുള്ള, അതായത് വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് VI ക്യാരക്ടറിസ്റ്റിക്സ് SCRുമായിട്ട് സിമിലർ ആയിട്ട് ഉള്ള വേറെ പല ഡിവൈസുകളും പിന്നീട് കണ്ടുപിടിക്കുകയുണ്ടായി. ആ ഡിവൈസുകളെല്ലാം ചേർത്ത് നമ്മൾ ഇന്ന് വിളിക്കുന്ന പേരാണ് തൈറിസ്റ്റേഴ്സ്. തൈറിസ്റ്റർ എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് തൈറാട്രോൺ, ട്രാൻസിസ്റ്റർ എന്നീ 2 വാക്കുകൾ ചേർത്തിട്ടാണ്. അതായത് പവർ സെമി കണ്ടക്ടർ ഡിവൈസുകൾ ഒക്കെ മാർക്കറ്റിൽ വരുന്നതിന് മുമ്പേ തന്നെ പവർ ഇലക്ട്രോണിക്സിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന ഡിവൈസുകളൊന്നായിരുന്നു തൈറാട്രോൺ. അത് ഒരു ഗ്യാസ് ഡിസ്ചാർജ് ബേസ്ഡ് ഒരു ട്യൂബ് ആയിരുന്നു. അപ്പോൾ ആ തൈറാട്രോൺ ട്യൂബിന്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പിന്നീട് കണ്ടുപിടിക്കപ്പെട്ട സിലിക്കൺ കൺട്രോൾ റെക്ടിഫയറിന് ഉണ്ടായിരുന്നത്. എന്നാൽ കൺസ്ട്രക്ഷൻ വൈസ് നോക്കിയാൽ സിലിക്കൺ കൺട്രോൾ റെക്ടിഫയറുകൾക്ക് ട്രാൻസിസ്റ്ററുകളുമായിട്ടാണ് കൂടുതൽ സാമ്യം ഉണ്ടാവുന്നത്. അപ്പോൾ തൈറാട്രോൺ, ട്രാൻസിസ്റ്റർ എന്നീ 2 വാക്കുകൾ ചേർത്തിട്ടാണ് നമ്മൾ തൈറിസ്റ്റർ എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, തൈറിസ്റ്റർ എന്ന് പറയുന്നത് സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ മാത്രമല്ല. സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ, GTO, PUT അങ്ങനെ പല പല ഡിവൈസുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ തൈറിസ്റ്റർ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തൈറിസ്റ്റർ SCR ആണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇൻഡസ്ട്രിയിലാവട്ടെ അക്കാഡമിയിലാവട്ടെ നമ്മൾ തൈറിസ്റ്ററുകളും SCR എന്നുള്ള 2 വാക്കുകൾ നമ്മൾ ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കും. അതായത് തൈറിസ്റ്റർ എന്ന് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന SCRനെ ആയിരിക്കും. അതുപോലെ SCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന തൈറിസ്റ്ററുകളുടെ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് SCRന്റെ സിമ്പൽ. അതിന് 3 ടെർമിനലുണ്ട്: ആനോഡ്, കാഥോഡ് ആൻഡ് ഗേറ്റ്. ഇപ്പോൾ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ സ്കീമാറ്റിക് ആണെന്നുള്ള ഈ കാണുന്നത്. അതിന് 4 ലെയർ ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ P ലെയർ, N ലെയർ, P ലെയർ ആൻഡ് N ലെയർ. അതായത് ദിസ് ഇസ് എ PNPN സ്ട്രക്ചർ. അത് 4 ലെയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 ജംഗ്ഷൻസ് ഉണ്ടാവും, 3 PN ജംഗ്ഷൻസ് ഉണ്ടാവും, ഡിനോട്ടഡ് ആസ് J1, J2 ആൻഡ് J3. ഇതിൽ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം, കാഥോഡ് അതായത് ഔട്ടർ N ലെയറിനോട് അടുത്തായിരിക്കും നമ്മൾ ഗേറ്റ് ലെയർ വെച്ചിരിക്കുന്നത്. അതായത് ഔട്ടർ N ലെയറിനെയാണ് നമ്മൾ കാഥോഡ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ ടെർമിനൽ ഗേറ്റ് വിൽ ബി പ്ലേസ്ഡ് നിയർ ടു ദ കാഥോഡ് റീജിയൻ. ഇപ്പൊ ഈ ചിത്രത്തിൽ നോക്കിയാൽ കാഥോഡിനോട് അടുത്താണ് നമ്മൾ ഗേറ്റ് ടെർമിനലിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ടേംസിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഔട്ടർ N ലെയർ വിൽ ബി ഹെവിലി ഡോപ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദിസ് P ലെയർ. അത് ഈ ചിത്രത്തിൽ എവിഡന്റ് അല്ല, പക്ഷെ this will be heavily doped and this will be lightly doped when compared to this outer N layer. SCR ഒരു പവർ സെമികണ്ടക്ടർ ഡിവൈസ് ആണ്. So many a time we will be operating the device in the range of thousands of volt and thousands of ampere current. അപ്പോൾ there is a necessity of heat sink. അപ്പോൾ പലപ്പോഴും നമ്മൾ SCR ഹൈ വോൾട്ടേജ് അല്ലെ ഹൈ കറണ്ട് SCR, ഹൈ പവർ SCRകളെ നമ്മൾ ഹീറ്റ് സിങ്കിന്റെ മുകളിൽ ഡയറക്റ്റ് മൗണ്ട് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മൗണ്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനാണ് ഈ കാണുന്ന ത്രെഡഡ് സ്റ്റഡ് കൊണ്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ SCRകളെ ഡയറക്റ്റ് ഈ ഹീറ്റ് സിങ്കുകളുടെ മുകളിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷനാണിത്. ഇനി നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ SCRന്റെ സിമ്പിളാണ് ഈ കാണുന്നത്. ഇവിടെ ഈ ഒരു ഗേറ്റ് ടെർമിനൽ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിമ്പലിന് ഡയോഡിന്റെ സിമ്പിളുമായിട്ട് സാദൃശ്യമുണ്ട്. സാദൃശ്യം എന്നല്ല പറയേണ്ടത്, except for this gate terminal, this is identical to, or this symbol is identical to that of the diode. അപ്പോൾ ഒരു ഐഡിയൽ ഡയോഡിന്റെ സിമ്പലുമായിട്ട് എക്സാക്ട്ലി സെയിം ആണ് ഈ SCRന്റെ സിമ്പൽ, എക്സെപ്റ്റ് ഫോർ ദിസ് ഗേറ്റ് ടെർമിനൽ. അപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം വെച്ച് നോക്കിയാലും SCRകൾക്ക് ഡയോഡുകളുടെ സ്വഭാവവുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. ഡയോഡുകൾ നമുക്കറിയാം, അതിന് 2 സ്റ്റേറ്റേ ഉള്ളൂ.
the diode will be either in conduction mode or in blocking mode. അതായത് whenever the anode cathode voltage is positive, the diode will be conducting, and when the anode cathode voltage is negative, we call it reverse bias, or the diode remains in the off state. അതുപോലെ SCRകൾക്കും ആനോഡ് കാഥോഡ് വോൾട്ടേജ് നെഗറ്റീവ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ദ SCR വിൽ ബി ഇൻ ദ ബ്ലോക്കിംഗ് മോഡ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ you can expect an SCR to be conducting only when anode cathode voltage is positive, and you can see that an SCR is non-conducting when the anode cathode voltage is negative. അപ്പോൾ in these terms this operation is identical to that of diode. പക്ഷേ ഡയോഡുകൾക്ക് ഇല്ലാത്ത വേറൊരു പ്രത്യേകത SCRനുണ്ട്. അതായത് ആനോഡ് കാഥോഡ് വോൾട്ടേജ് പോസിറ്റീവ് ആണ് എന്നുള്ളത് കൊണ്ട് SCR കണ്ടക്ട് ചെയ്യണം നിർബന്ധമില്ല. There may be situations where the SCR remains off or SCR remains in the blocking state even if the applied voltage is positive. In fact, this is the property that makes SCR much more attractive over diode. And what is that attractive feature? Even if the applied anode cathode voltage is positive, SCR will start conducting only when you command on it to do so. ഇപ്പോൾ SCRന്റെ IV കര പ്ലോട്ട് ചെയ്യാനുള്ള ഒരു സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനകത്ത് രണ്ട് വോൾട്ടേജ് സോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. One of which is denoted as E and the other is ES. And what we are going to plot is the anode cathode voltage versus anode current, VAK or VA versus I. Call it IA. അപ്പോൾ നമ്മൾ ഇവിടെ ചിത്രത്തിൽ കാണുന്ന ഒരു വേരിയബിൾ വോൾട്ടേജ് സോഴ്സ് ആണ്. അപ്പോൾ ബൈ മൂവിങ് ദിസ് സ്ലൈഡിംഗ് കോണ്ടാക്ട് യു ക്യാൻ ചേഞ്ച് ദ വോൾട്ടേജ് ദാറ്റ് ഈസ് അപ്ലൈഡ് അക്രോസ് ആനോഡ് കാഥോഡ് ടെർമിനൽസ്. അതേപോലെ യു സീ അനദർ വേരിയബിൾ റെസിസ്റ്റൻസ് ഹിയർ. By changing the resistance, you can change the current that is pumped into this circuit. So what are you going to do? Applied voltage ന് ഒരു incremental change കൊടുത്തുകൊണ്ട് you are finding the current through this branch and you plot it in a 2D graph. അതുപോലെ you apply both positive and negative anode cathode voltage and expect positive and negative currents to flow through the terminals. അതുകൊണ്ട് തന്നെ this graph spans all the 4 quadrants. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് DC വോൾട്ടേജ് ആയതുകൊണ്ട് തന്നെ we call it static IV characteristics. Okay. And in the first case we keep the switch open. സ്വിച്ച് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ this circuitry is not in the picture. ഈ ലൂപ്പ് സർക്യൂട്ടിനകത്ത് വന്നിട്ടില്ല. What we have is this loop only. അതായത് starting from the voltage source, the load, the anode cathode terminals and back to the source. This is the only loop that we consider initially. നമ്മൾ നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, like in the case of a diode, whenever the cathode is kept at a higher potential than anode, the SCR blocks the current flow. അതായത് like in the case of a diode, this switch SCR എന്നുള്ള സ്വിച്ച് ഓപ്പൺ ആയി നിലനിൽക്കും. അതായത് no current flows through the loop except for a leakage current. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നോക്കിയാൽ, SCR ഒരു 4 ലെയർ PNP സ്ട്രക്ചർ ആണ്. അപ്പോൾ ആനോഡ് കാഥോഡ് വോൾട്ടേജ് നെഗറ്റീവായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് you see that this J3 junction and J1 junction are reverse biased. J1 is reverse biased and J3 is reverse biased. But only J2 is remaining forward biased. J2 is forward biased and the other 2 junctions are reverse biased. അപ്പോൾ അതുകൊണ്ട് തന്നെ since these 3 junctions are in series, ഏതെങ്കിലും ഒരു ജംഗ്ഷനെങ്കിലും റിവേഴ്സ് ബയാസ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ the current will be blocked. അപ്പോൾ no practical current flows when the anode cathode voltage is negative. പക്ഷെ നമുക്കറിയാം, whenever a junction is reverse biased, there will be a small leakage current flowing through it, which we call as reverse leakage current. ഇനി നമുക്ക് ആനോഡ് കാഥോഡ് വോൾട്ടേജ് പോസിറ്റീവ് ആണെങ്കിൽ what happens? Again you see that തൊട്ട് മുമ്പത്തെ കേസിൽ റിവേഴ്സ് ബയാസ്ഡ് ആയിരുന്ന 2 ജംഗ്ഷൻസും ഇപ്പോൾ ഫോർവേഡ് ബയാസ്ഡ് ആവുകയാണ്. ഇറ്റ് മീൻസ് J1 is forward biased
and J3 is forward biased. But the J2 now is reverse biased. Again, these three junctions are in series. അതുകൊണ്ട് തന്നെ J2 reverse biased ആയി നിൽക്കുക എന്ന് വെച്ചാൽ മീനിങ് there will be no practical current flow. പക്ഷേ again you see a leakage current flowing through this loop, which is called again the forward leakage current. But unlike the case of a diode, you see that may the anode cathode voltage is positive or negative, the SCR is blocking the current conduction. So this state we call as reverse blocking, and this state is called forward blocking. ഓർക്കണം, ഈ ഫോർവേഡ് ബ്ലോക്കിംഗ് എന്നൊരു സ്റ്റേറ്റ്, ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ഡയോഡിനില്ല. അതായത് വെൻ യു അപ്ലൈ എ പോസിറ്റീവ് ആനോഡ് കാഥോഡ് വോൾട്ടേജ് ദ ഡയോഡ് വിൽ ബി ഡെഫിനറ്റ്ലി കണ്ടക്ടിങ്. പക്ഷേ SCR അങ്ങനല്ല. ഇനി നമുക്ക് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എന്തുകൊണ്ടാണ് SCR ബ്ലോക്കിംഗ് മോഡിൽ നിൽക്കുന്നത്? ബൈ വെർച്യൂ ഓഫ് ദിസ് റിവേഴ്സ് ബാസ്ഡ് PN ജംഗ്ഷൻ. സോ ഇറ്റ് മീൻസ് നമുക്ക് ഏതെങ്കിലും രീതിയിൽ റിവേഴ്സ് ബാസ്ഡ് ആയി നിൽക്കുന്ന ഈ J2 ജംഗ്ഷനെ ഒന്ന് കണ്ടക്ട് ചെയ്യുന്ന മോഡിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, by some means if you are able to bring this J2 junction into conduction, it means you can turn the SCR into the on state or the conduction state. ഇനി ഈ ചിത്രത്തിൽ കാണുന്നതാണ് SCRന്റെ IV characteristics. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ രണ്ട് കേസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. Whenever the anode cathode voltage is negative, the current that is flowing through the device is only the small leakage current, which is called the reverse leakage current. And what happens when you keep on increasing the negative voltage? സാധാരണ ഒരു PN ജംഗ്ഷനിൽ സംഭവിക്കുന്നത് പോലെ there is a breakdown point or there is a breakdown voltage which is called the reverse breakdown voltage VBR. ആ breakdown voltage എത്തുന്ന സമയത്ത് the avalanche breakdown happens in the junctions J1 and J3, so that the current builds up heavily, that there is a sudden increase in the current through the device. സാധാരണ നമ്മൾ ഡയോഡിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരു സീരീസ് റെസിസ്റ്റൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊട്ടക്ഷൻ മെക്കാനിസം ഇല്ലാന്നുണ്ടെങ്കിൽ ദിസ് വിൽ കോസ് ദ ഡിവൈസ് ടു ബി ബ്ലോൺ ഔട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സേഫ് ഓപ്പറേഷന് വേണ്ടിയിട്ട് യു ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ദ നെഗറ്റീവ് വോൾട്ടേജ് ഓർ ദ റിവേഴ്സ് വോൾട്ടേജ് ഡസ് നോട്ട് ഗോ ബിയോണ്ട് ദ വോൾട്ടേജ് VBR. ഇനി ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ, വെൻ ആനോഡ് കാഥോഡ് വോൾട്ടേജ് ഇസ് പോസിറ്റീവ്, യു അഗെയിൻ സി ബൈ വെർച്യൂ ഓഫ് ദ നോൺ കണ്ടക്ടിങ് ജംഗ്ഷൻ J2, the current flowing is only the forward leakage current, that is very minute in magnitude. പക്ഷേ when you keep on increasing the anode cathode voltage, it reaches a point VBO, which is called the forward breakover voltage, when the junction J2 breaks down. അപ്പോൾ J2 junction breakdown ആയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ J1 and J3 are already forward biased and J2 has now got into conduction. It means the SCR starts conducting heavily. Of course, you should ensure that the current does not go beyond the safe limits. So for a safer operation, you always ensure that the voltage across the anode cathode terminals go beyond the voltage VBO. ഇനി നമ്മളൊരു കാര്യം മറക്കാൻ പാടില്ലാത്തത്, we have been doing this experiment by keeping the gate terminal open. അതായത് ഗേറ്റ് സർക്യൂട്ടറിയെ ഈ പിക്ചറിൽ കൊണ്ടുവരാതെയാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. That is, you are not applying any voltage or you are not pumping in any current through the gate terminal. And what is the significance of this gate terminal? To see that, now we close this switch. As soon as you close the switch S, a current is set up in this loop. ആ കറണ്ടിനെ നമുക്ക് IG1 എന്ന് വിളിക്കാം. And with IG1 flowing in this loop, you redo the experiment. നമ്മളിപ്പോൾ ചെയ്ത എക്സ്പെരിമെന്റ് നമ്മൾ ഒന്നുകൂടെ ചെയ്യാം. അതായത് യു ചേഞ്ച് ദ ആനോഡ് കാഥോഡ് വോൾട്ടേജ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ ആൻഡ് നെഗറ്റീവ് ഡയറക്ഷൻ, യു മെഷർ ദ കറണ്ട്. പക്ഷേ നെഗറ്റീവ് ഡയറക്ഷനിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. വൈ? ബിക്കോസ് ദ ജംഗ്ഷൻസ് J1 and J3 ആർ റിവേഴ്സ് ബയാസ്ഡ്. ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. പക്ഷേ വാട്ട് യു സീ ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ ഈസ് സംതിങ് എൽസ്. നമുക്ക് വിശദമായിട്ട് പിന്നെ നോക്കാം. ആൻഡ് വാട്ട് ഡു യു ഡു ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? You change this resistance to some other value so that this current changes. IG1 എന്നുള്ള കറണ്ട് മാറിയിട്ട് IG2 ആവും. You do the experiment again and you keep on doing in this experiment for various values of gate current, and if you see what happens,
This is the picture. This is the static IV characteristics of an SCR plotted for various values of gate currents. So when Ig is equal to 0, അതാണ് നമ്മൾ ആദ്യം ചെയ്ത കേസ്, when the switch is kept open. At that case, anode cathode voltage കൂട്ടി when the voltage reaches a value of forward breakover voltage, the junction J2 breaks down and the SCR start conducting heavily. This is the junction J2 that was remaining reverse biased. അപ്പോൾ ആ ജംഗ്ഷൻ J2 ബ്രേക്ക് ഡൗൺ ആവുന്ന മുറയ്ക്ക് the device turns into conduction and it starts conducting heavily. Device heavy ആയിട്ട് കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ it is as good as a closed switch. It means the voltage across the switch will be very small and the current will be very heavy. So junction J2 breakdown ആവുന്ന ആ നിമിഷം തന്നെ the operating point switches to this point and current steadily builds up. വേഗം തന്നെ current builds up to a very high value, and that is the nature of a switch. When the switch is open, the voltage will be high, the current will be small, like in the case here. And when the switch is closed, the voltage will be small and the current will be high. അതുകൊണ്ട് സ്വിച്ചിന്റെ ഓപ്പൺ സ്റ്റേറ്റിൽ നിന്ന് ക്ലോസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ആ ട്രാൻസിഷൻ, ദോസ് പോയിന്റ്സ് ആർ അൺസ്റ്റേബിൾ പോയിന്റ്സ്. അതായത് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് യു സീ ദാറ്റ് ദോസ് അനലോഗ് നീഡിൽസ് സഡൻലി ഡിഫ്ലക്റ്റിംഗ്, അതിനകത്ത് നിങ്ങൾക്ക് ഒരു പോയിന്റ് സ്റ്റേബിൾ ആയിട്ട് കിട്ടില്ല. ദാറ്റ് ഈസ് വൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഷോൺ ഇൻ ഡാഷ്ഡ് ലൈൻസ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് വെൻ ദ ഗേറ്റ് കറണ്ട് ഈസ് ഇൻക്രീസ്ഡ്? ഇപ്പോൾ ഗേറ്റ് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന മുറയ്ക്ക് യു സീ ദാറ്റ് ദിസ് ട്രാൻസിഷൻ ഫ്രം ഓഫ് സ്റ്റേറ്റ് ടു ഓൺ സ്റ്റേറ്റ് ഹാപ്പൻസ് അറ്റ് എ ലോവർ ആനോഡ് കാഥോഡ് വോൾട്ടേജ്. നേരത്തെ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് വരെ പോയതിനു ശേഷമാണ് ഈ ഓഫ് ടു ഓൺ ട്രാൻസിഷൻ സംഭവിച്ചതെങ്കിൽ യു സീ ദാറ്റ് വെൻ ദ ഗേറ്റ് കറണ്ട് ഈസ് ഫൈനൈറ്റ്, ദിസ് ട്രാൻസിഷൻ ടു ഓഫ് സ്റ്റേറ്റ് ടു ഓൺ സ്റ്റേറ്റ് ഹാപ്പൻസ് അറ്റ് എ ലോവർ വോൾട്ടേജ് വിച്ച് ഈസ് V1. And following this trend, when you increase the gate current and redraw the graph, this transition voltage shift to the left. It means the off to on transition happens at a lower and lower and lower voltage. The graph in the cherry error on the must be Ig3 greater than Ig2 greater than Ig1. It means the highest transition voltage happens when the Ig equal to 0 and the lowest transition voltage happens at Ig is maximum. Once the device is on, the voltage is very small and the current is very high. Practically, there will be a finite voltage drop across the device, which is called forward voltage drop VT. പക്ഷേ forward voltage should be as small as possible for a good switch. Practically, this will come around 1 to 3 volts. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഗേറ്റ് കറണ്ട് വേഴ്സസ് ടേൺ ഓൺ വോൾട്ടേജ് ആണ്. ഗേറ്റ് കറണ്ട് ഇതിൽ വളരെ എവിഡൻ്റ് ആയിട്ട് കാണാം. ഈ ഗേറ്റ് കറണ്ട് വെൻ ഇറ്റ് ഇസ് 0, യു സീ ദാറ്റ് ദ ടേണിംഗ് ഓൺ ഹാപ്പൻസ് അറ്റ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് VBO. അതുപോലെ ആസ് യു ഇൻക്രീസ് ദ ഗേറ്റ് കറണ്ട്, ദിസ് ടേണിംഗ് ഓൺ ഹാപ്പൻസ് അറ്റ് എ ലോവർ ആൻഡ് ലോവർ വോൾട്ടേജ്. ഈ എന്തുകൊണ്ടാണ് നമ്മൾ ഗേറ്റ് കറണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടേൺ ഓൺ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. When the applied anode cathode voltage is positive, this is a situation. നമ്മൾ നേരത്തെ കണ്ടതാണ്. J1 is reverse bias. J1 is forward biased and J3 is also forward biased. The only opposing junction is the reverse biased junction J2. അപ്പോൾ if you can find some means by which this J2 junction is made conducting, the SCR can be turned on. ഏതെങ്കിലും രീതിയിൽ റിവേഴ്സ് ബയസ് ആയിട്ടുള്ള PN ജംഗ്ഷൻ കണ്ടക്ട് ചെയ്യുന്ന സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് ദ SCR ഓൺ. ഗേറ്റിൽ നമ്മൾ കറണ്ട് അപ്ലൈ ചെയ്യുന്നതും അതേ പർപ്പസിലാണ്. അസ്യൂം ദാറ്റ് ദിസ് സ്വിച്ച് ഈസ് ക്ലോസ്ഡ് ആൻഡ് യു ആർ അപ്ലൈയിങ് എ കറണ്ട് IG. അപ്പോൾ റിവേഴ്സ് ബയസ്ഡ് ആയിട്ട് നിൽക്കുന്ന PN ജംഗ്ഷനിൽ യു വിൽ ബി ഹാവിങ് ഡിപ്ലീഷൻ റീജിയൻ which is depleted of any mobile carrier. അങ്ങനെ നിൽക്കുന്ന PN ജംഗ്ഷനിൽ you are supplying sufficient amount of charge carriers through this gate current. When you apply a gate current, the holes will be flowing
from here to here, and electrons will be flowing from this N region to P region. അതിൽ നമ്മൾ ഒരു കാര്യം പ്രധാനമായിട്ട് ഓർക്കാനുള്ളത്, this N region is kept heavily doped and this P region is lightly doped. അതുകൊണ്ട് many of the electrons that flow from this N region to P region can manage to reach to this depletion region. ഈ N region നിന്ന് P regionിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തെത്തുന്ന സിഗ്നിഫിക്കൻറ്റ് ഫ്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺസിന് ഈ ഡിപ്ലീഷൻ റീജിയനിലേക്ക് കടന്ന് ദാറ്റ് ക്യാൻ എമൗണ്ട് ടു എ കണ്ടക്ഷൻ. അപ്പോൾ ആസ് ദ കണ്ടക്ഷൻ ഗെറ്റ്സ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ, this reverse biasing of PN junction gets weaker and weaker. Eventually, this J2 junctions turns into a conducting junction. So, നമുക്കറിയാം J1 and J3 were already forward biased. Now, the J2 has slowly got into conduction. Consequently, all three junctions will start conducting. That is, this device SCR will be slowly getting into conduction. So, in effect, നമുക്ക് SCRന്റെ IV characteristicsനകത്ത് 3 distinct regions കാണാൻ പറ്റും. This mode is called the reverse blocking mode. Reverse blocking mode. This mode is called the forward blocking. And finally, this mode is called the forward conduction. അപ്പോൾ നമുക്കൊരു രീതിയിൽ പറഞ്ഞാൽ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡും ഫോർവേഡ് കണ്ടക്ഷൻ മോഡും ഒരു ഡയോഡിന്റെയും സ്വഭാവമാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഡയോഡിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ഓപ്പറേഷൻ മോഡാണ് ഈ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. അത് SCR ഉൾപ്പെടെയുള്ള ഹാഫ് കൺട്രോൾഡ് സ്വിച്ചുകളുടെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ സിലിക്കൺ കൺട്രോൾ റെക്ടിഫയറിന്റെ ടെർമിനൽ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു. അതോടൊപ്പം വി ഹാവ് സീൻ ദ സ്റ്റാറ്റിക് IV ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഗേറ്റ് കറണ്ട് ഇൻ ടേണിംഗ് ഓൺ ദ SCR. അപ്പോൾ ഇന്നത്തെ ചർച്ച നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചില ആസ്പെക്റ്റുകൾ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.